പരിണയം. അങ്ങനെയൊന്നും എന്നൊന്നും പറയണ്ട, ഞാൻ കണ്ടായിരുന്നു ആ സ്റ്റെയറിൻ്റെ മുകളിൽ. നിമ്മിയമ്മ അത് പറഞ്ഞപ്പോഴേക്കും ശ്രീയുടെ മുഖം ഒന്നുകൂടെ തിളങ്ങി. അത് പിന്നെ അമ്മ, ഞാൻ എൻ്റെ മുരുക, ഒരു വീഴ്ച കൊണ്ട് എൻ്റെ കൊച്ചിൻ്റെ സംസാരത്തിൽ വിക്കം വന്നോ ഇപ്പോൾ? ഇങ്ങനെ കളിയാക്കാതമ്മ. അത് റിച്ചുവിന് എനിക്ക് കുഴപ്പമൊന്നും ഇല്ലല്ലോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. കുഴപ്പമൊന്നും ഇല്ലല്ലോ എന്നറിയാൻ മാത്രമല്ലല്ലോ, രാവിലെ എഴുന്നേൽക്കണ്ടേ? കുറച്ച് നേരം കൂടെ പോയി കടക്കെൻ്റെ കൊച്ചെ എന്നും അവൻ പറയാമായിരുന്നല്ലോ. അപ്പം മൊത്തം കേട്ടല്ലേ? ഒരു ചമ്മലോടെ അവൾ അത് ചോദിക്കുമ്പോൾ നിമ്മിയമ്മയ്ക്ക് ആകെ ചിരിയായിരുന്നു. മക്കൾക്കിടയിലുള്ള പരിഭവങ്ങളും പ്രശ്നങ്ങളും എല്ലാം മാറി അവർക്കും നല്ലൊരു ജീവിതം കിട്ടുമെന്ന് ആ സമയം അവർക്കും തോന്നി തുടങ്ങിയിരുന്നു. എൻ്റെ കൊച്ചെ, ഇങ്ങനെ നിന്ന് നാണിക്കേണ്ട കാര്യമൊന്നുമില്ല. നിന്റെ ഭർത്താവ് എന്താണെങ്കിലും കുറച്ചു നേരം കൂടെ കിടക്കാൻ ഓർഡർ ഇട്ടതല്ലേ, അതുകൊണ്ട് പോയി കിടന്നുറങ്ങാൻ നോക്ക്. വെറുതെ അവനെ ദേഷ്യം പിടിപ്പിക്കണ്ട. നീ ഇവിടെയെങ്ങാനും നിൽക്കുന്നത് കണ്ടു കഴിഞ്ഞ് വരുമ്പോൾ എന്നെ കൂടിയായിരിക്കും അവൻ വഴക്ക് പറയുക. സത്യം പറഞ്ഞാൽ എനിക്കിപ്പോൾ ക്ഷീണം ഒന്നുമില്ലമ്മ. എണീറ്റപ്പോൾ ചെറുതായിട്ടൊരു ക്ഷീണം തോന്നിയിരുന്നു. പക്ഷെ കുറച്ചു നേരം തലയിൽ വെള്ളം വീണ് കഴിഞ്ഞപ്പോൾ ശരിയായി. എൻ്റെ മുഖത്ത് എന്തെങ്കിലും ക്ഷീണം കണ്ടോ അമ്മയ്ക്ക്? മുഖത്ത് ക്ഷീണമൊന്നുമില്ല, ചമ്മലല്ലേ മൊത്തം ഉള്ളത്. അമ്മ ഒന്ന് ചിണുങ്ങാതെ പോയി കിടന്ന് ഉറങ്ങും മോളെ. അയ്യടാ, ഞാൻ അങ്ങനെ കിടന്നുറങ്ങിയ കോളേജിലെ സിലബസ് ഒന്നും തീരില്ല. ഈ പറയുന്ന റിച്ചുവിന് എക്സാം ഉള്ളതാണ്. അതുകൊണ്ട് ഈ പണിയൊക്കെ ഒതുക്കിയിട്ട് വേണം ഞാനും കോളേജിൽ പോകാനുള്ള കാര്യങ്ങൾ നോക്കട്ടെ. കുറേ നടന്നത് തന്നെ. ഇന്നലെ തന്നെ അച്ഛൻ പറഞ്ഞു കഴിഞ്ഞു മോളെ ഇന്ന് കോളേജിലേക്ക് വിടുന്നില്ല എന്ന്. ഫ്രൈഡേ, സാറ്റർഡേ, സൺഡേ 3 ദിവസം ലീവുണ്ട്. അതൊക്കെ കഴിഞ്ഞ് മൺഡേ ഇനി അങ്ങോട്ട് പോയാൽ മതി. ഇന്നലെ തന്നെ മോളുടെ കോളേജിൻ്റെ ഓണർ ഇല്ലേ മാർക്കോ, ആ മോനെ വിളിച്ച് അച്ഛൻ കാര്യങ്ങളെല്ലാം നല്ല നീറ്റായിട്ട് സംസാരിച്ചിട്ടുണ്ട്. അയ്യോ, അതൊന്നും വേണ്ടായിരുന്നു അമ്മ. അവർക്ക് എന്തു തോന്നും? സിലബസ് വേഗം തീർത്ത് പിള്ളേർക്കൊക്കെ ജയിപ്പിക്കാമെന്ന് വാക്കൊക്കെ കൊടുത്തിട്ട് ഞാനിവിടെ ഇങ്ങനെ കയറിയിരുന്നാൽ തന്നെ. പക്ഷേ പിന്നെ ശ്രീഭദ്ര മാഡം ചെന്നില്ലെന്ന് പറഞ്ഞ് പിള്ളേരെല്ലാം കൂടെ കൂട്ടമായിട്ട് തോക്കാൻ പോവല്ലേ. പോയി കിടന്ന് ഉറങ്ങു പെണ്ണെ ഒന്ന്. അമ്മ തീർത്തു പറഞ്ഞപ്പോൾ പിന്നെ ശ്രീയുടെ മുൻപിൽ മറ്റു ഓപ്ഷൻസുകളൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് അമ്മയുടെ വാക്കനുസരിച്ച് അവൾ മുകളിലേക്ക് തന്നെ കയറിപ്പോയി. കർത്താവേ, നീ കൽപ്പിച്ചപ്പോൾ. അതെ, ഈ പാട്ട് എല്ലാവരും മനസ്സിലങ്ങ് സ്വന്തമായിട്ട് പാടിക്കോട്ടോ. ഞാൻ പാടി വന്നാലേ പാട്ടിൻ്റെ അർത്ഥവും വരികളൊക്കെ വേറെയായി നിങ്ങൾ ഈ ചാനൽ തന്നെ ഇട്ടേച്ച് പോയെന്നിരിക്കും. വസുന്ധരെ, നിന്റെ മകൻ്റെ മുറിയിൽ നിന്ന് ഭയങ്കര കാര്യമായിട്ട് പാട്ടും കൂത്തും ഒക്കെ ഉണ്ടല്ലോ. സാധാരണ ഈ സമയത്ത് തെറിപ്പാട്ടാണല്ലോ കേൾക്കാറുള്ളത്. ഒന്ന് ചുമ്മാതിരി അമ്മച്ചി. ചെക്കനൊന്നും കേൾക്കണ്ട, പിന്നെ അതേ പിടിച്ചായിരിക്കും കയറുന്നത്. ശരി ശരി, ഞാനൊന്നും മിണ്ടുന്നില്ല. എന്നാലും ആരാണെന്ന് അറിയാനായിട്ട് ഒരു വല്ലാത്ത കൊതി എൻ്റെ വസുന്ധരെ. നമ്മുടെ രണ്ടുപേരുടെയും വർഷങ്ങളായിട്ടുള്ള പ്രാർത്ഥനയുടെയും നേർച്ചയുടെയും എല്ലാമാണ് ആ കൊച്ചു പെണ്ണ്. നിമിഷങ്ങൾ കൊണ്ടല്ലേ മാറ്റി മറിച്ചതവനെ. ആരാണെങ്കിലും അവൾ മിടുക്കിയ അമ്മച്ചി. എൻ്റെ മാർക്കോയ്ക്ക് അവളും മതി. ഇനി അത് ഏത് കുടുംബത്തിലെ ആണെങ്കിലും ഏത് ഗോത്രത്തിലെ ആണെങ്കിലും എനിക്കൊരു പ്രശ്നമല്ല. എൻ്റെ മോൻ ഇവളും മതി. അല്ല കൊച്ചമ്മച്ചേ, മാർക്കോ സാർ ഇന്നലെ രാത്രി വിളിച്ചു പറഞ്ഞു അപ്പവും സ്റ്റൂ കറിയും വെക്കാൻ ഇന്ന് ആരെങ്കിലും വിരുന്നുകാർ വരുന്നുണ്ടോ? അടുക്കളയിൽ നിന്ന് ഹാളിലേക്ക് ഇത്തിരി നീങ്ങി നിന്നുകൊണ്ട് കുരിശിലെയുള്ള ലീലാമ്മ അത് ചോദിച്ചപ്പോൾ അമ്മച്ചിയുടെയും വസുന്ധരയുടെയും മുഖത്ത് ചിരിയായിരുന്നു. ഉണ്ടാക്കുന്നതൊന്നും അവന് വേണ്ടായില്ലെന്നും എങ്ങോട്ടാരും വരുന്നില്ലെന്നും അവർക്കറിയാമായിരുന്നു. അവന് ആരെയെങ്കിലും ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ സ്നേഹം കൊണ്ട് ശ്വാസം മുട്ടിക്കും. ഇങ്ങോട്ടാരും വരുന്നില്ല ലീലാമ്മേ, പക്ഷേ ഇനി അങ്ങോട്ട് നിനക്ക് ഇത്തിരി പണി കൂടും. കാര്യം മനസ്സിലാവാതെ ലീലാമ്മ മേരിയമ്മയെയും വസുന്ധരയെയും മാറി മാറി നോക്കി. താടി ഡ്രീം ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് അകത്ത് ചാർജറിൽ കിടക്കുന്ന മാർക്കോയുടെ ഫോൺ ശബ്ദിച്ചു തുടങ്ങിയത്. ഹോ, ഏതവൻ്റെ തന്തയ്ക്ക് വിളിക്കുക വാങ്ങാനാണോ ഇങ്ങനെ കടന്ന് കാറി പൊളിക്കുന്നത്? അതും പറഞ്ഞുകൊണ്ട് കയ്യിലിരുന്ന ഡ്രിമ്മ് താഴേക്ക് വെച്ച് അവൻ കൈ ഒന്ന് തുടച്ച് റൂമിലേക്ക് നടന്നു.
ചാർജറിൽ കടന്ന ഫോൺ എടുത്തപ്പോൾ തന്നെ നീരവിൻ്റെ നമ്പർ കണ്ടു. ഈ കഴുത ഇനി എന്തിനാണാവോ? അതും പറഞ്ഞ് ഒന്ന് നെടുവേർപ്പിട്ടുകൊണ്ട് അവൻ കോൾ അറ്റൻഡ് ചെയ്ത് ചെവിയോട് ചേർത്തു. ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ്. എന്തായി നിന്നെ ഏൽപ്പിച്ച കാര്യം? സാറേ, മുകുന്ദൻ, അതാണ് അപ്പൻ്റെ പേര്. അവർ വർഷങ്ങളായിട്ട് ഇവിടെ ഒന്നും ഇല്ലായിരുന്നു, ഗൾഫിലെങ്ങാണ്ടായിരുന്നേ. പിന്നെ പെട്ടെന്ന് ഈ ഒരു വർഷത്തിനിടയിൽ ഇങ്ങോട്ട് വന്നത്. എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്, ബിസിനസ് പ്രശ്നങ്ങൾ കാരണമാണെന്ന് ഒളിഞ്ഞും തെളിഞ്ഞും ഒക്കെ പറയുന്നു നിമ്മി. അവരും ഇയാളെ ബിസിനസ്സിലൊക്കെ സഹായിക്കുമായിരുന്നു. ഇതൊരു ഇൻ്റർകാസ്റ്റ് കല്യാണമാണ്. എടാ മലരെ, നീരവേ, ഇതൊക്കെ എനിക്കറിയാൻ വേണ്ടി നിൻ്റെ സഹായത്തിന് വല്ല കാര്യമുണ്ടോ? ഇന്നലെ ഞാൻ അങ്ങോട്ട് നേരിട്ട് ചോദിച്ചതല്ലേ അങ്ങേരുടെയും ഭാര്യയുടെയും കാര്യങ്ങളൊക്കെ. അല്ലാതെ വേറെ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയണം മോനെ. നീരവ് അത്ഭുതപ്പെട്ട് നിൽക്കുകയായിരുന്നു. സാധാരണ ഇങ്ങനെയുള്ള ഫോൺ വിളികൾ കുഴിയിൽ കിടക്കുന്ന വല്യപ്പനെ വരെ പറഞ്ഞിട്ടാണ് മാർക്കോ ബാക്കി പറയാറുള്ളത്. ഉണ്ട് സാറേ, ഉണ്ട്. എന്നാൽ നിൻ്റെ തിരുവായിൽ നിന്ന് ഇങ്ങോട്ട് പറഞ്ഞാലും. സാറേ, മൂത്ത ചേട്ടൻ ഋത്തിക്കാണ്. ബിസിനസ്സൊക്കെ നോക്കി നടത്തുകയാണ്. തന്ത ഏതാണ്ട് ഷെട്ടിൽ കയറിയ മട്ടയാണല്ലോ. പിന്നെ ഈ കഴിഞ്ഞ ഇടയ്ക്കാണ് അങ്ങേരുടെ കല്യാണം നടന്നത്. അതും ഹിറ്റ് കോമഡി ഇൻ്റർകാസ്റ്റ് മാരേജ് തന്നെ. അതെനിക്ക് അങ്ങോട്ട് സുഖിച്ചടാ നീരവേ. നീ ബാക്കി കൂടെ പറ. ടേബിളിലേക്ക് ഇരുന്നു കൊണ്ട് മാർക്കോ വിശേഷങ്ങൾ ചോദിച്ചു തുടങ്ങിയപ്പോൾ നീരവിനും സംസാരിക്കാൻ ഒരാവേശമായി. സാറേ, ഈ ചാട്ടൻ കല്യാണം കഴിച്ചേക്കുന്ന പെണ്ണിനെ സാറിനറിയാം. അതേതവള് നമ്മുടെ ലിസ്റ്റിൽ അങ്ങനെ ഒരു കല്യാണം കഴിച്ചവളുണ്ടോ? സാറേ, നമ്മുടെ സിറിൽ ജുവലേഴ്സിൻ്റെ ഓണർ ഇല്ലേ, ജേക്കബ്, അങ്ങേരുടെ ഒരേ ഒരു മകൾ അറിയാം. ബാക്കിയുള്ളത് പോരട്ടെ. ഇനി ഒരു അനിയനുണ്ട് സാറേ, ഋഷികേഷ് മുകുന്ദൻ. സാറേ, നമ്മുടെ കോളേജിൽ തന്നെയാണ്, അതേ ഡിപ്പാർട്ട്മെൻറ്റിൽ, ഈ മാഡം പഠിപ്പിക്കുന്ന ഡിപ്പാർട്ട്മെൻറ്റിൽ. അവിടെ PG ഫസ്റ്റ് ഇയർ സ്റ്റുഡൻറ്റ്. ഓഹോ, അപ്പോൾ ഇന്നലെ അവനായിരിക്കും ഞാൻ കണ്ടത്. എന്നിട്ട് എന്താണാവോ ആ മാങ്ങാമോറൻ എന്നോട് പറയാഞ്ഞത്? ഒരു നിമിഷം മാർക്കോയുടെ മനസ്സിലേക്ക് പലവിധ ചിന്തകൾ വന്നു. പിന്നെ സാറേ, ഒരു മകളുണ്ടെന്നറിയാം. അവളുടെ പേരും നാളും ഒന്നും ആർക്കും അറിയില്ല. പക്ഷേ അവർക്ക് കല്യാണം നോക്കുന്നുണ്ടെന്ന് അറിയാം സാറേ. മോനെ നീരവേ, നിന്നെക്കൊണ്ട് ജീവിതത്തിൽ ആദ്യമായിട്ട് 5 പൈസയ്ക്ക് ഗുണമുണ്ടായൊരു ദിവസം ഇന്ന്. നീരവിൻ്റെ ഫോൺ കോൾ അവസാനിപ്പിച്ച് കഴിഞ്ഞപ്പോൾ മാർക്കോ കുറച്ചു നേരം വെളിയിലേക്ക് നോക്കി അങ്ങനെ നിന്നു. കറങ്ങിത്തിരിഞ്ഞ് വീണ്ടും പന്തിപ്പോൾ മാർക്കോയുടെ കോർട്ടിലെത്തി. ശ്രീഭദ്ര മേഡമേ, നീ ഇനി അനുഭവിക്കാൻ പോകുന്നതേ ഉള്ളടി. നീയും നിന്റെ അപ്പനും കൂടി ചെയ്തു വെച്ചതിന് എണ്ണി എണ്ണി കണക്ക് പറയിക്കും ഈ മാർക്കോ. എൻ്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടു എന്നാണോ നിന്റെ വിചാരം? എങ്കിൽ നിനക്ക് തെറ്റി. ഇനിയാണ് നീ അനുഭവിക്കാൻ പോകുന്നത്. അത്രയും മനസ്സിൽ വിചാരിച്ച് ഒരു ഗൂഢമായ ചിരിയോടെ അവൻ വീണ്ടും ഫോൺ കയ്യിലെടുത്തു. മുകുന്ദൻ, താൻ കൂട്ടുകാരനോടുള്ള സ്നേഹം മൂത്ത് എൻ്റെ പ്ലാൻ ചെറുതായിട്ടൊന്ന് തെറ്റിച്ചു. സാരമില്ല, അതുകൊണ്ട് ചെറിയൊരു ശിക്ഷ തനിക്കും കൂടെ ഞാൻ തരുന്നുണ്ട്. മനസ്സിൽ ചിന്തകൾ നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിൽ മാർക്കോയുടെ കോൾ മറ്റൊരു നമ്പറിലേക്ക് പോയിരുന്നു. ഹലോ ഇച്ചായ. കോൾ അറ്റൻഡ് ആയപ്പോൾ തന്നെ മറുവശത്ത് നിന്ന് സ്നേഹത്തോടുള്ള ആ വിളി കേട്ടപ്പോൾ മാർക്കോയുടെ മുഖത്തും ഒരു ചിരി വിടർന്നു. ചിരിയിലുപരി വാത്സല്യവും സ്നേഹവും കരുതലും എല്ലാം ഉണ്ടായിരുന്നു ആ മുഖത്ത്. എന്നതാടാ ചെറുക്ക, നിന്നെ കണ്ടിട്ട് എത്ര നാളായി? എല്ലാം ശരിയായി എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ടല്ല മാത്രമല്ല ഞാനിപ്പോൾ ഇങ്ങോട്ട് വന്നതുപോലും. എനിക്കറിയാലോ ഇച്ചായ, എല്ലാം നമ്മൾ വിചാരിച്ച വഴിക്ക് തന്നെ വന്നു. അതിൻ്റെ ഇടയ്ക്കാണ് റിച്ചു. അവൻ ഇങ്ങനൊരു കാര്യം ചെയ്യുമെന്ന് സ്വപ്നത്തിൽ പോലും ഞാൻ വിചാരിച്ചില്ല. അതൊക്കെ വിട്ടേക്കടാ. ഇനി ഇപ്പോഴല്ലേ കളി തുടങ്ങാൻ പോകുന്നത്. പന്തിപ്പോൾ ഈ മാർക്കോയുടെ കോർട്ടിലാണ്ടാ. ഇനി അത് എങ്ങോട്ട് പായിക്കണമെന്ന് ഞാൻ തീരുമാനിച്ചോളാം. ഇച്ച, എല്ലാം സൂക്ഷിച്ച് കണ്ടും വേണം. അമ്മച്ചിയെങ്ങാലും അറിഞ്ഞാലുള്ള അവസ്ഥ അറിയാമല്ലോ. അമ്മച്ചിയും തന്തയും ഒന്നും ഇത് അറിയാൻ പോകുന്നില്ലടാ. ഈ മാർക്കോ അവസാന സമയത്ത് എൻ്റെ അപ്പന് കൊടുത്ത വാക്കാണ്, അത് പാലിച്ചിരിക്കും ഞാൻ. അങ്ങനെ എൻ്റെ അപ്പനെ ചതിച്ചിട്ട് ആരും സുഖിച്ച് ജീവിക്കാൻ ഈ മാർക്കോ ജീവനോടെ ഉള്ളപ്പോൾ സമ്മതിക്കത്തില്ല. ഇച്ചായ, ഓപ്പോസിറ്റ് നിൽക്കുന്നത് ഉണ്ണിയാ, അത് മറക്കണ്ട. ഒട്ടും കുറച്ച് കാണണ്ട അവനെയും. എൻ്റെ പൊന്നു ചെറുക്ക, അവനെപ്പോലെ ഒരു വായി നോക്കിയെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. പെണ്ണും പിള്ള എന്ത് പറഞ്ഞാലും അവൻ അതൊക്കെ വേദവാക്യമല്ലേ. അവളുടെ വാലിൽ തുടങ്ങി നടക്കുന്ന നായ. അവൻ കുറച്ചങ്ങ് നടക്കട്ടെ. പക്ഷേ എപ്പോഴാണ് അവൻ തിരിയുന്നതെന്ന് പറയാൻ പറ്റില്ല. റിച്ച്
അതവൻ്റെ ജീവന്. അവൻ്റെ കണ്ണ് നിറഞ്ഞാൽ പിന്നെ മറ്റവന് ഭ്രാന്തിളകും. ഇളകുന്ന ഭ്രാന്തൊക്കെ അങ്ങ് ഇളകട്ടടാ. സെല്ലുകൾക്ക് നടുവിൽ കിടന്ന ഒരു പാരമ്പര്യം ഈ മാർക്കോയ്ക്കുണ്ട്. അത് മുകുന്ദൻ്റെ കുടുംബത്തിനും കൂടെ കിടക്കട്ടെ. അയാളൊരു നല്ല കാര്യം ചെയ്യാൻ പോയതല്ലേ, സ്വന്തം കുടുംബം തന്നെ കുളം തോണ്ടി. എന്നയാൾ തിരിച്ചറിയുന്ന നിമിഷത്തിൽ കാണാം ഈ മാർക്കോ അയാളെ. ഇച്ചായ, ഞാൻ ഫോൺ വെക്കുക. ഉണ്ണിയുടെ കൂടെ എനിക്ക് പുറത്തു പോകണം. എന്തൊക്കെയോ കുറച്ച് ബിസിനസ് കാര്യങ്ങൾക്ക് വേണ്ടി. അവൻ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. നീ പോയിട്ട് വാടാ ചെറുക്ക. അത് കഴിഞ്ഞ് നമുക്ക് രാത്രിയിലൊന്ന് കൂടാം. അപ്പോഴത്തേക്ക് ഞാൻ എൻ്റെ പെണ്ണിനെ പോയെന്ന് കാണട്ടെ. എന്തായാലും ലീവായിരിക്കും അവളെ. അവളെ ഒന്ന് കാണണമല്ലോ. റോമിയോ ആകാനുള്ള പുറപ്പാടാണോ മനുഷ്യ? റോമിയോ ആണോ അന്യനാണോ എന്നൊക്കെ കുറച്ച് കഴിയുമ്പോഴല്ലേ അറിയാൻ പറ്റൂ മക്കളെ. മാർക്കോയുടെ ആ സംസാരത്തിൽ ഒളിഞ്ഞിരിക്കുന്ന വികാരം എന്താണെന്ന് തിരിച്ചറിയാൻ കണ്ണന് ആ നിമിഷം കഴിഞ്ഞില്ല. എടാ റിച്ചു, ഇന്നലെ എന്തു പറ്റിയതായിരുന്നു നിന്റെ ഭാര്യയ്ക്ക്? ദേ സൂര്യ, നിന്നോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, ഭാര്യ എന്നങ്ങനെ പറയണ്ട. ഞങ്ങളുടെ വീട്ടിൽ നിൽക്കുന്ന ഒരു പേയിങ് ഗസ്റ്റ്, അങ്ങനെ കാണാനാണ് എനിക്കിഷ്ടം. ഭാര്യ ഭർത്താവ് അങ്ങനെയുള്ള ഒരു ബന്ധങ്ങളും ഞങ്ങൾക്കിടയിൽ വരരുത്. വരാൻ ഞാൻ സമ്മതിക്കാനും പോകുന്നില്ല. മോനെ റിച്ചു, നീ ഇത് പുറമേ പറയും, അത്ര മാത്രമേ ഉള്ളൂ. ഇന്നലെ ആ മാർക്കോ അവളെ ഒന്ന് നിന്റെ കയ്യിൽ നിന്ന് മേടിച്ചപ്പോൾ തന്നെ നിന്റെ മോന്ത മാറുന്നത് ഞാൻ കണ്ടതല്ലേടാ. എടുത്തടിച്ചതുപോലുള്ള സൂര്യയുടെ ആ വാക്കുകൾ ചെന്ന് പതിച്ചത് റിച്ചുവിൻ്റെ ഹൃദയത്തിലായിരുന്നു. ഒരു നിമിഷം അവൻ പതറി, എന്തുത്തരം പറയണമെന്നറിയാതെ. മോനെ റിച്ചു, നിന്റെ ഈ പതർച്ചയുണ്ടല്ലോ, അതിലുണ്ട് ഉത്തരമെല്ലാം. നീ എത്ര വേണ്ടെന്ന് വെച്ചാലും അവളുടെ കഴുത്തിൽ നീ കെട്ടിയ ഒരു താലിയുണ്ടല്ലോ, അതിൻ്റെ ശക്തിയാണ്ടാ ഇതെല്ലാം. നിർത്തിക്കോ നിന്റെ വർത്തമാനം ഇവിടം കൊണ്ട് സൂര്യ. ഇനി ഇതുപോലുള്ള വർത്തമാനമായി എൻ്റെ മുന്നിൽ വന്ന പല്ലുണ്ടാവില്ല. റിയ, നിന്നോട് ഞാൻ പറഞ്ഞത് എന്തായി? അവൻ്റെ പുതിയ പ്രോജക്റ്റിൻ്റെ ബ്ലൂ പ്രിൻ്റ് കിട്ടിയോ? അവളുടെ നഗ്നമായ ശരീരത്തിലേക്ക് പടന്നു കയറുന്നതിനിടയിലാണ് റോഷൻ്റെ ചോദ്യം. എനിക്ക് സുഖമെല്ലാം തരുന്ന നീ ചോദിക്കുമ്പോൾ ഞാനത് ഒപ്പിക്കാതിരിക്കുമോ? എൻ്റെ ഫോണിലുണ്ട് അവൻ്റെ ബ്ലൂ പ്രിൻ്റ്. താങ്ക് യു മൈ ഡിയർ സ്വീറ്റ്. അത് പറയുന്നതിനൊപ്പം അവൻ അവളിലേക്ക് താഴ്ന്നിറങ്ങുന്നുണ്ടായിരുന്നു. അവളിൽ നിന്നും ഉയരുന്ന പുലമ്പലുകളും നെടുവീർപ്പുകളും അവനെ കൂടുതൽ കൂടുതൽ ആവേശത്തിലാക്കി. അവൻ്റെ ആവേശം ചൂടുപിടിപ്പിക്കുന്നതിനനുസരിച്ച് റിയ റോഷനെ തൻ്റെ അരയിലേക്ക് കൂടുതൽ ചേർത്ത് പിടിച്ചുകൊണ്ടിരുന്നു. ഏറെ നേരത്തെ പ്രണയവേഴ്ചയ്ക്ക് ശേഷം ഇരുവരും കിതപ്പോടെ ആ കട്ടിലിലേക്ക് മലർന്നു കിടന്നു. റിയ, നമ്മുടെ റിലേഷൻ ഇങ്ങനെ സ്മൂത്തായി മുന്നോട്ട് എപ്പോഴും പോകുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? പെട്ടെന്നുള്ള റോഷൻ്റെ ആ ചോദ്യത്തിൽ അത്രയും നേരം അവൻ്റെ ശരീരത്തിലൂടെ ഒഴുകിയിരുന്ന അവളുടെ വിരലുകൾ നിശ്ചലമായി. ഹേ റിയ! അവളുടെ മുഖം മാറുന്നത് കണ്ട് റോഷൻ ഒന്നുകൂടെ ചേർത്ത് പിടിച്ചു. എൻ്റെ പെണ്ണെ, ഞാൻ നിന്നെ സങ്കടപ്പെടുത്താൻ പറഞ്ഞതല്ല. നീ കാണുന്നത് പോലെ മണ്ണുണ്ണിയൊന്നുമല്ല അവൻ. ഒരു ചെകുത്താൻ തന്നെയാ. നിന്റെ മുന്നിൽ സ്നേഹം കൊണ്ട് പൊട്ടനെ പോലെ നിന്ന് നിന്റെ ഏതിഷ്ടവും സാധിച്ചു തരുന്നത് കാണുമ്പോൾ എൻ്റെ പെണ്ണ് അവൻ്റെ അടുത്തേക്ക് പോകുമ്പോൾ എനിക്ക് ടെൻഷനാണടി. അത്രയും പറഞ്ഞുകൊണ്ട് അവൻ അവളുടെ വലതു കൈ പിടിച്ചുയർത്തി അതിലൊന്ന് മുത്തി. നീ പറഞ്ഞതൊക്കെ സത്യ. ആ ഉണ്ണിയെ ഞാൻ ഇന്നും ഇന്നലെയും ഒന്നുമല്ല കാണുന്നത്. പക്ഷേ നീ അതെൻ്റെ ലോകം, എൻ്റെ സന്തോഷം. അവൻ എനിക്ക് തരാൻ കഴിയാത്തതല്ല എനിക്ക് തന്നത്. എന്നെ പൂർണ്ണയാക്കിയ പുരുഷൻ നീയാണ് റോഷൻ. അതുകൊണ്ട് എന്ത് റിസ്ക് എടുത്തും ഞാൻ നിന്റെ വിജയങ്ങൾക്ക് വേണ്ടി കൂട്ടു നിൽക്കും. അവൻ അതിനൊന്ന് മൂളിക്കൊണ്ട് അവളെ ഒന്നുകൂടെ പുണർന്നു. കോളേജിൽ പോകാത്തത് കൊണ്ട് തൻ്റെ മുറിയിൽ തന്നെ കൂടുതൽ സമയം ഇരുന്നു പോയി. ഉച്ചയായപ്പോഴാണ് അമ്മ വന്ന് വിളിക്കുന്നത്. വേണ്ട എന്നൊക്കെ പറഞ്ഞുവെങ്കിലും പിടിച്ച പിടിയാലെ അമ്മ കൊണ്ടുപോകുക തന്നെ ചെയ്തു. എന്താ മോളെ മുഖമൊക്കെ വല്ലാതിരിക്കുന്നേ? തലവേദന എന്തെങ്കിലും ഉണ്ടോ എൻ്റെ കുട്ടിക്ക്? അച്ഛൻ്റെ ചോദ്യം വന്നപ്പോഴാണ് ഉണ്ണി കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒന്ന് പാളി നോക്കിയത് തൻ്റെ ഓപ്പോസിറ്റ് ഇരിക്കുന്നവളുടെ. ആ കുഞ്ഞു മുഖം ആദ്യമായിട്ടാണ് ഉണ്ണി ഇത്ര അടുത്ത് കാണുന്നത്. നിറയെ പീലികളുള്ള കണ്ണുകളും ഒരു ചമയവുമില്ലാത്ത ആ മുഖവും അവനൊരു അത്ഭുതമായിരുന്നു. ഇല്ലച്ച, അവളുടെ ആ ശബ്ദമായിരുന്നു അവൻ്റെ കണ്ണുകൾ അവളിൽ നിന്നും പറിച്ചു മാറ്റിയത്. ഉണ്ണി, നീ എപ്പോഴാ ഇറങ്ങുന്നത്? അമ്മയുടെ വക ചോദ്യം അപ്പോൾ തന്നെ വന്നു കഴിഞ്ഞു. ഞാൻ ഇന്ന് കഴിച്ച ഉടൻ ഇറങ്ങും. എൻ്റെ ഉണ്ണി, നീ ഇങ്ങനെ എവിടെയെങ്കിലും യാത്ര പോകുമ്പോഴെങ്കിലും നിന്റെ ഭാര്യ വീട്ടിലുള്ളത് നല്ലതാ. ഇതൊരു മാതിരി. നിമ്മേ,
മതി. ഓ, ഞാനൊന്നും പറയുന്നില്ല. എൻ്റെ അമ്മക്കിളി ഇങ്ങനെ പിണങ്ങാതെ. ഞാനൊന്ന് പോയി വരട്ടെ, എന്നിട്ട് റിയയ്ക്ക് ഒരു മൂക്ക് കയറണം, അത് പോരെ? ഉണ്ണി ചിരിയോടെ അത് പറഞ്ഞ് എഴുന്നേൽക്കുമ്പോൾ ശ്രീ അവിടെ ചോറിൽ വിരലിട്ട് ഇളകിക്കൊണ്ടിരിക്കുകയായിരുന്നു. നോക്കിയാൽ ദുഃഖിക്കണ്ട. അതും പറഞ്ഞുകൊണ്ട് അവൻ അവിടെ നിന്നും പോയി. പിന്നെ എല്ലാം വേഗത്തിലായിരുന്നു. ഉണ്ണി ഒരു ചിരിയോടെ തൻ്റെ മുറിയിലേക്ക് പോയി തിരിച്ചു വരുന്നത് ബാഗുമൊക്കെ ആയിട്ടാണ്. അവൻ സ്റ്റെപ്പ് ഇറങ്ങി വരുമ്പോൾ കാണാം അമ്മയുടെയും അച്ഛൻ്റെയും നടുവിലിരിക്കുന്ന സ്ത്രീയെ. എന്തോ ഒരു നിമിഷം അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു. ഇതുപോലൊരു കുടുംബമാണ് താൻ ആഗ്രഹിച്ചത്. അച്ഛൻ്റെയും അമ്മയുടെയും കൂടെ എപ്പോഴും അവരുടെ എല്ലാ കാര്യങ്ങളും തിരക്കുന്ന ഒരു ഭാര്യ. തൻ്റെ കുറവ് ഒരിക്കലും തൻ്റെ കുടുംബത്തെ അറിയിക്കാതെ അവരെ സ്നേഹത്തോടെ കൊണ്ടു നടക്കുന്ന ഒരു പെണ്ണ്. അതിനോടൊപ്പം തന്നെ തൻ്റെ ആഗ്രഹങ്ങൾക്കും ചിന്താഗതിക്കുമൊപ്പം വളർന്ന ഒരാൾ. എന്നാൽ ഒരിക്കൽ പോലും റിയ തൻ്റെ വീട്ടുകാരോട് ഇതുപോലെ സ്നേഹത്തിൽ പെരുമാറുന്നതോ അല്ലെങ്കിൽ അവർ തിരിച്ച് അവളോട് കളിച്ചിരികൾ പറയുന്നതോ അവൻ കണ്ടിട്ടില്ല. യാത്ര കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ രണ്ട് കൂട്ടരെയും ഇരുത്തി സംസാരിച്ച് എല്ലാം നേരെയാക്കണമെന്നൊരു തീരുമാനമെടുത്തിട്ടാണ് അവൻ താഴേക്കിറങ്ങി വന്നത് തന്നെ. ഹായ് ഫ്രണ്ട്സ്, കുറച്ച് ദിവസമായിട്ട് സ്റ്റോറിയൊന്നും ഇല്ലാഞ്ഞത്. ഞാൻ ഹോസ്പിറ്റലിലായിരുന്നു. എല്ലാവർക്കും അറിയാമല്ലോ, എനിക്ക് ചെറുതായിട്ട് ഈ ക്ലൈമറ്റ് കാരണം അസുഖങ്ങൾ പെട്ടെന്ന് വരും. ഒന്നാമത് റൊമാറ്റിക് ഫീവറുണ്ട്, അതിൻ്റെ കൂട്ടത്തിൽ നടുവേദന, കാലുവേദന, ഇല്ലാത്ത വേദനകളൊന്നുമില്ല. എല്ലാം കൂടെ ഇളകിയപ്പം ഒരു ഹോസ്പിറ്റൽ വാസമായിരുന്നു. അതെല്ലാം കഴിഞ്ഞ് ഇന്നലെയാണ് വീട്ടിലോട്ട് എത്തിയത്. ഫസ്റ്റ് തന്നെ ഞാൻ സെറ്റ് ചെയ്തത് നിങ്ങൾക്കുള്ള സ്റ്റോറിയാണ്. അപ്പം ആരും മടി കാണിക്കാതെ വേഗം വേഗം കമൻ്റ് അയച്ചേ. താങ്ക് യു.